അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. നമ്മളങ്ങനെ പുറത്തൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ. നമ്മുടെ മമ്മിക്ക് വയ്യാത്തത് കൊണ്ട് പിന്നെ വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് വരാഞ്ഞത്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാൻ തോന്നുന്നു, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങി, ജുവാലക്സ് എന്നൊരു പേരിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജുവാലക്സിൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവും. നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജുകളും നമ്മുടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജുവാലക്സിൻ്റെ തന്നെയാട്ടോ, മറ്റൊന്നല്ല. നമ്മുടെ ജുവാലക്സിൻ്റെ ഇനാഗ്രേഷൻ, അത് ബ്ലെസ്സിങ്സിൻ്റെ തലേദിവസത്തെ വീഡിയോ കേട്ടോ. നമുക്കപ്പോൾ അതിൻ്റെ മുമ്പിൽ വർക്കൊക്കെ നടന്നതൊന്നും എടുക്കാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ബ്ലെസ്സിങ്ങിൻ്റെ തലേദിവസം നടന്ന കുറച്ച് കാര്യങ്ങൾ, ഇത് വളരെ കുറച്ച് ക്ലിപ്സേ ഉള്ളൂ, അതെല്ലാം കൂടി കൂട്ടി ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ജുവാലക്സിൻ്റെ ബോർഡ്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് ജുവാലക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ജുവാലക്സിൻ്റെ ബോർഡ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമ്മുടെ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഇത് 5-ാം തീയതി വൈകിട്ട് ഒരു 7 മണിക്ക് തുടങ്ങിയതാട്ടോ. അപ്പോൾ കുര്യാച്ചനങ്ങളും ഡോളി ആൻറ്റിയും ശ്രീധരേട്ടനും രാണിയമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളിത് സ്റ്റോക്കുകൾ നമ്മുടെ ഷെൽഫിലേക്ക് കയറ്റുന്നതാട്ടോ ഇത്. അപ്പോൾ ഒരു 9:30 ആയപ്പോഴത്തേനും കുര്യാച്ചനങ്ങളൊക്കെ പോയി. പിന്നെ ഞാൻ, രാണിയമ്മ, ശ്രീധരേട്ടൻ, അമ്മ മാത്രമേ ആയി. അപ്പം ഇവർ സ്റ്റോക്കുകൾ കയറ്റുന്ന കേട്ടോ. അത്രയും ചാക്ക് കയറ്റാനുണ്ടായിരുന്നു. ഇത് നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ നമ്മുടെ വീട്ടിൽ വെഞ്ചരിപ്പിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ പ്രൈസ് ടാഗൊക്കെ ഒട്ടിച്ചതെല്ലാം കൃത്യമായിട്ട് ലൊക്കേഷനൊക്കെ സെർച്ച് ചെയ്തിട്ട് ശ്രീധരേട്ടൻ ഷർട്ടൊക്കെ വയ്ക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. രാണിയമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, രാത്രി 10:30 ആയിട്ട് വന്നിട്ടും ഇവർ പോയിട്ടില്ലായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി ആട്ടോ ഇതൊക്കെ ഓരോരോ സെറ്റ് ഓരോ സൈഡിൽ കൂടെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 10:30 കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണിക്ക് പോയി. പിന്നെ രാത്രി ഒരു 11 മണിയായപ്പോൾ തീ കയറിയതാട്ടോ. 11:30-12 മണിയായി കാണും. ഞങ്ങളിതാ ഈ സ്റ്റോക്കുകളൊക്കെ കയറ്റും കേട്ടോ. എന്നിട്ടും ആ സമയത്തൊന്നും ഞങ്ങളുടെ സ്റ്റോക്ക് കയറ്റൽ കഴിഞ്ഞിട്ടില്ല. ഡ്രസ് മെറ്റീരിയലൊക്കെ പ്രൈസ് ടാഗൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കയറ്റുന്നതാണിത്. അപ്പോൾ ഞാനും അമ്മയും കൂടി, അമ്മ പ്രൈസ് ടാഗൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ കവറിലേക്കൊക്കെ കയറ്റുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ ഇപ്പോൾ പ്രൈസ് ടാഗൊക്കെ ചെക്ക് ചെയ്ത് ചിലതൊക്കെ കവറിലേക്ക് വെച്ച് പിന്നെ ബാക്കിയൊക്കെ കവറിലേക്ക് ആക്കിയിട്ട് ഞാൻ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡിൽ അമ്മ കബോർഡ് സെറ്റ് ചെയ്യുന്നു, മറ്റേ സൈഡിൽ ഞാൻ കബോർഡ് സെറ്റ് ചെയ്യുന്നു. ഞങ്ങൾ 2 പേരും കൂടി ആയിട്ടോ രാത്രി ഒരു 11:30 കഴിഞ്ഞപ്പോൾ തൊട്ട്. അപ്പോൾ ഞങ്ങളിതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വെളുപ്പിന് 12-1 മണി സമയത്താട്ടോ. സെറ്റ് ചെയ്ത് തീർന്നില്ല. നമുക്ക് സന്തോഷമാണ്, നമ്മുടെ ആഗ്രഹം പോലെ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുന്നു. പിന്നെ അതിൻ്റെ വെഞ്ചരിപ്പാവുന്നു. ഓൺലൈനിൽ നിന്ന് ഞങ്ങളത് ഓഫ്ലൈനും കൂടിയായി. അങ്ങനെ ഒരു ഉയർച്ച വന്നപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാട്ടോ ഞാനിത് സന്തോഷത്തോടെ ആട്ടോ ഈ ചെയ്യുന്നത്. അമ്മ അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അമ്മയുടെ ക്ലിപ്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇതൊക്കെ കഴിഞ്ഞ് കഴിയാറായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്ക് അന്ന് എക്സാം ആയിരുന്നുകൊണ്ടാണ് അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കറക്റ്റായിട്ട് സെറ്റായിട്ടില്ലേ, കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ എന്നൊക്കെ. അപ്പോൾ അമ്മ എന്തോ ഡൗട്ട് ചോദിച്ചാൽ, അമ്മ എന്തോ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി പറയുന്ന കേട്ടോ നിങ്ങൾ കണ്ടേ. അപ്പോൾ വേഗം വേഗം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ വെളുപ്പിന് 1:30 ആയിട്ടോ. 6-ാം തീയതി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെളുപ്പിന് 2 മണിയായിട്ടോ. ഞങ്ങളുടെ ബൊട്ടീക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക് ബൊട്ടീക്കിൻ്റെ. അത്രേ ഉള്ളൂ. ബൈ ബൈ.